നമസ്തേ. രാജ്യത്തെ നടുക്കിയ ശ്രദ്ധാ വാൾക്കർ കൊലക്കേസിൽ വീണ്ടും അപ്രതീക്ഷിത വഴിത്തിരിവ്. വിചാരണ വേഗത്തിൽ പൂർത്തിയാകുമെന്ന പ്രതീക്ഷകൾക്കിടെ പ്രതിയായ അഫ്താബ് പൂനാവാലയുടെ ഒരു അപേക്ഷ കാരണം ജൂലൈ 20 നടക്കാനിരുന്ന കോടതി നടപടികൾ മാറ്റിവെച്ചിരിക്കുകയാണ്. എന്നാൽ ഇത് ആദ്യമായല്ല വിചാരണ നീളുന്നത് എന്നതാണ് ശ്രദ്ധേയമായ കാര്യം. ശ്രദ്ധാ വാൾക്കർ വധക്കേസ് ഇന്ത്യൻ ക്രിമിനൽ ചരിത്രത്തിലെ ഏറ്റവും ക്രൂരവും ഞെട്ടിപ്പിക്കുന്നതുമായ സംഭവങ്ങളിലൊന്നായി ഇന്നും നിലനിൽക്കുന്നു. 2022 ദില്ലിയിൽ നടന്ന ഈ കൊലപാതകം രാജ്യത്തെ ആകെ വലിയ ചർച്ചകൾക്കാണ് വഴിവെച്ചത്. ദില്ലിയെ നടുക്കിയ ശ്രദ്ധാ വാൾക്കർ കൊലക്കേസിൽ ജൂലൈ 20 നിശ്ചയിച്ചിരുന്ന വിചാരണ നടപടികൾ ദില്ലി കോടതി റദ്ദാക്കി. പ്രതിയായ അഫ്താബ് അമീൻ പൂനാവാല തിഹാർ ജയിലിൽ വെച്ച് തന്റെ ബിരുദാനന്തര ബിരുദ പരീക്ഷ എഴുതേണ്ടതുണ്ടെന്ന് കോടതി അറിയിച്ചതിനെ തുടർന്നാണ് നടപടി. ജൂലൈ 20 മുതൽ 25 വരെ കേസിലെ പ്രോസിക്യൂഷൻ സാക്ഷികളുടെ മൊഴിയെടുപ്പ് ദിവസേന നടത്താനായിരുന്നു കോടതി നേരത്തെ തീരുമാനിച്ചിരുന്നത്. കേസിൽ ഇതുവരെ 8 പ്രോസിക്യൂഷൻ സാക്ഷികളുടെ വിസ്താരം പൂർത്തിയാകാനുണ്ട്. അഫ്താബിന്റെ പരീക്ഷ എഴുതാനുള്ള ആവശ്യം ന്യായമാണെന്ന് കോടതി വിലയിരുത്തിയെങ്കിലും വിചാരണ വീണ്ടും നീളുന്നതിനെതിരെ വിവിധ കോണുകളിൽ നിന്ന് ചോദ്യങ്ങൾ ഉയരുകയാണ്. ഇതാദ്യമായിട്ടല്ല അഫ്താബിന്റെ ആവശ്യപ്രകാരം കേസിന്റെ വിചാരണ മാറ്റിവെക്കുന്നത്. മുൻപ് വിവിധ കാരണങ്ങൾ ചൂണ്ടിക്കാട്ടിയും കേസിന്റെ നടപടികൾ മാറ്റിവെച്ചിരുന്നു. രാജ്യവ്യാപകമായി ശ്രദ്ധ നേടിയ കേസായതിനാൽ വിചാരണ വേഗത്തിൽ പൂർത്തിയാക്കണമെന്ന ആവശ്യം ശക്തമാണ്. 2022 മെയ് മാസത്തിലാണ് ശ്രദ്ധാ വാൾക്കറെ അഫ്താബ് ക്രൂരമായി കൊലപ്പെടുത്തിയതെന്നാണ് അന്വേഷണ ഏജൻസികളുടെ കണ്ടെത്തൽ. തുടർന്ന് മൃതദേഹം നിരവധി കഷ്ണങ്ങളാക്കി മുറിച്ച് ദില്ലിയിലെ വിവിധ പ്രദേശങ്ങളിൽ ഉപേക്ഷിച്ചെന്നായിരുന്നു പോലീസ് അന്വേഷണത്തിലെ വെളിപ്പെടുത്തൽ. രാജ്യത്തെ ഞെട്ടിച്ച ഈ മഹാസംഭവം വലിയ പൊതുചർച്ചകൾക്കും വഴിവെച്ചിരുന്നു. 2022 ശ്രദ്ധാ വാൾക്കറും അഫ്താബ് അമീൻ പൂനാവാലയും ദേശീയ തലത്തിൽ ചർച്ചയായ കേസിന്റെ കേന്ദ്ര കഥാപാത്രങ്ങളാകുന്നത്. മുംബൈയിൽ താമസിച്ചിരുന്ന ഇരുവരും ബംബിൾ എന്ന ഡേറ്റിംഗ് ആപ്പിലൂടെയാണ് പരിചയപ്പെട്ടത്. പിന്നീട് സൗഹൃദം പ്രണയമായി മാറി. എന്നാൽ ഈ ബന്ധത്തെ ശ്രദ്ധയുടെ കുടുംബം എതിർത്തു. ഇതോടെ ഇരുവരും ദില്ലിയിലേക്ക് താമസം മാറ്റുകയായിരുന്നു. ദില്ലിയിലെ മെഹ്റൌലിയിലെ ഒരു ഫ്ളാറ്റിൽ ഒരുമിച്ച് താമസിച്ചിരുന്ന ഇവർക്കിടയിൽ പിന്നീട് നിരന്തരം തർക്കങ്ങൾ ഉണ്ടായിരുന്നുവെന്നാണ് അന്വേഷണ സംഘത്തിന്റെ കണ്ടെത്തൽ. 2022 മെയ് 18 അതിദാരുണമായിട്ട് ശ്രദ്ധയെ അഫ്താബ് കൊല ചെയ്തത്. ലിവിൻ പങ്കാളിയായിരുന്ന ശ്രദ്ധയെ അഫ്താബ് കഴുത്തു ഞെരിച്ച് അതിക്രൂരമായി കൊലപ്പെടുത്തി. കൊലപാതകത്തിന് ശേഷം ശ്രദ്ധയുടെ മൃതദേഹം അഫ്താബ് 35 കഷ്ണങ്ങളാക്കി മുറിച്ച് 3 ആഴ്ചയോളം സ്വന്തം വീട്ടിൽ സൂക്ഷിച്ച ശേഷം ദിവസങ്ങളെടുത്ത് ദില്ലി നഗരത്തിന്റെ പല ഭാഗങ്ങളിലായി ഉപേക്ഷിക്കുകയായിരുന്നു എന്നതാണ് ഈ കേസിനെ ഭയാനകമാക്കുന്നത്. നവംബർ 12 അഫ്താബ് അമീൻ പൂനാവാല എന്ന പ്രതി അറസ്റ്റിലായത്. ശ്രദ്ധയുടെ ശരീരത്തിലെ ഇറച്ചി മുറിക്കാൻ ഉപയോഗിച്ചത് ചൈനീസ് നിർമ്മിത കത്തിയാണെന്ന് അഫ്താബ് നേരത്തെ പോലീസിനോട് വ്യക്തമാക്കിയിരുന്നു. മെഹ്റൌലിയിലെ അഫ്താബിന്റെ ഫ്ളാറ്റിൽ നിന്ന് നിരവധി മാരകായുധങ്ങളും പോലീസ് കണ്ടെടുത്തിരുന്നു. ദക്ഷിണ ദില്ലിയിലെ മെഹ്റൌലി വനത്തിൽ നിന്നാണ് കൂടുതൽ ശരീരഭാഗങ്ങൾ കണ്ടെത്തിയത്. ലിവിൻ റിലേഷൻഷിപ്പിലായിരുന്ന ശ്രദ്ധയെ കഷ്ണങ്ങളാക്കി മുറിക്കാൻ ഉപയോഗിച്ചത് അറക്കവാളാണെന്ന് പിന്നീട് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പറയുന്നു. ശ്രദ്ധയുടെ മൃതദേഹം അറക്കവാൾ ഉപയോഗിച്ചാണ് അഫ്താബ് കഷ്ണങ്ങളാക്കി മുറിച്ചത്. ഗുരുഗ്രാമിലെ ഒരു കുറ്റിക്കാട്ടിലാണ് ഈ അറക്കവാൾ ഉപേക്ഷിച്ചത്. ഇറച്ചി വെട്ടുന്ന കത്തി തെക്കൻ ദില്ലിയിലെ ഒരു കുപ്പത്തൊട്ടിയിലാണ് ഉപേക്ഷിച്ചതെന്നും ദില്ലി പോലീസ് വിശദമാക്കി. മാസങ്ങൾക്ക് ശേഷം ശ്രദ്ധയുടെ സുഹൃത്തുക്കൾക്കും കുടുംബത്തിനുമുണ്ടായ സംശയത്തെ തുടർന്ന് നടത്തിയ അന്വേഷണമാണ് കേസിൽ നിർണായകമായത്. ശ്രദ്ധയെ കാണാനില്ലെന്ന പരാതിയിൽ മുംബൈ പോലീസ് നടത്തിയ അന്വേഷണം ഒടുവിൽ അഫ്താബിലേക്കും ദില്ലിയിലേക്കും എത്തിച്ചേരുകയായിരുന്നു. 2022 നവംബറിൽ അഫ്താബ് അറസ്റ്റിലായതോടെയാണ് കൊലപാതകത്തിന്റെ ക്രൂരമായ വിവരങ്ങൾ പുറം ലോകം അറിയുന്നത്. വനത്തിൽ നിന്ന് ലഭിച്ച അവശിഷ്ടങ്ങൾ DNA പരിശോധനയിലൂടെ ശ്രദ്ധയുടേതാണെന്ന് പിന്നീട് സ്ഥിരീകരിച്ചു. 23 എല്ലിൻ കഷ്ണങ്ങളാണ് ദില്ലി പോലീസ് പോസ്റ്റ്മോർട്ടത്തിനായി എയിംസിന് ആദ്യം കൈമാറിയത്. ശ്രദ്ധയുടെ പിതാവിന്റെ DNA സാമ്പിളിംഗ് ചെയ്ത ശേഷമായിരുന്നു എല്ലിൻ കഷ്ണങ്ങൾ വിശദമായ പരിശോധന നടത്തിയത്. തെക്കൻ ദില്ലിയിലെ മെഹ്റൌലി വനമേഖലയിൽ നിന്നാണ് ഈ എല്ലിൻ കഷ്ണങ്ങൾ കിട്ടിയത്. അഫ്താബിന്റെ വിശദമായ നുണപരിശോധനാ ഫലവും ദില്ലി പോലീസിന് ലഭിച്ചിരുന്നു. തുടക്കത്തിൽ 13 എല്ലിൻ കഷ്ണങ്ങളാണ് ദില്ലി പോലീസ് കണ്ടെത്തിയത്. നിലവിൽ ദില്ലിയിലെ കോടതിയിൽ വിചാരണ തുടരുകയാണ്. കൊലപാതകം, തെളിവ് നശിപ്പിക്കൽ തുടങ്ങിയ ഗൗരവകരമായ കുറ്റങ്ങളാണ് അഫ്താബിനെതിരെ ചുമത്തിയിരിക്കുന്നത്. ഫോറൻസിക് റിപ്പോർട്ടുകളും ഡിജിറ്റൽ തെളിവുകളും ഉൾപ്പെടെയുള്ള നിർണായക രേഖകൾ പ്രോസിക്യൂഷൻ കോടതിയിൽ സമർപ്പിച്ചിട്ടുണ്ട്. എന്നാൽ 2022 ആരംഭിച്ച ഈ വിചാരണ ഇപ്പോഴും ഒരു അന്തിമ തീരുമാനത്തിലേക്ക് എത്തിയിട്ടില്ല. നിയമ നടപടികൾ ഇഴഞ്ഞു നീങ്ങുമ്പോഴും തന്റെ മകൾക്ക് നീതി ലഭിക്കുന്നതിനായി ശ്രദ്ധയുടെ പിതാവ് 2025 മുതൽ ശക്തമായ നിയമ പോരാട്ടം തുടരുകയാണ്. ഈ നീണ്ട നിയമ നടപടികൾക്കിടയിലും അഫ്താബ് ജയിലിൽ വെച്ച് തന്റെ ഉന്നത വിദ്യാഭ്യാസം തുടരുകയാണ്. സോഷ്യോളജിയിൽ മാസ്റ്റേഴ്സ് ബിരുദത്തിനായി പഠിക്കുന്ന അഫ്താബിന് പരീക്ഷയിൽ പങ്കെടുക്കുന്നതിനായിട്ട് ഇപ്പോൾ കോടതിയിൽ നിന്ന് പ്രത്യേക അനുമതി ലഭിച്ചിരിക്കുകയാണ്. ഈ സംഭവങ്ങൾ ലിവ്-ഇൻ റിലേഷൻഷിപ്പിലെ സുരക്ഷയെക്കുറിച്ചും നമ്മുടെ നീതിന്യായ വ്യവസ്ഥയുടെ വേഗതയെക്കുറിച്ചും വലിയൊരു സാമൂഹിക ചർച്ചയ്ക്ക് രാജ്യത്ത് വീണ്ടും വഴിവെച്ചിരിക്കുകയാണ്.
അന്വേഷണത്തിന്റെ ആദ്യഘട്ടത്തിൽ തന്നെ ബംബിൾ ഡേറ്റിംഗ് ആപ്പിന്റെ പേരും പുറത്തു വന്നിരുന്നു. ദില്ലിയിലേക്ക് താമസം മാറിയ ശേഷം അഫ്താബ് ഈ ആപ്പ് ഉപയോഗിച്ചിരുന്നുവെന്നും മറ്റ് സ്ത്രീകളുമായി ബന്ധം സ്ഥാപിച്ചിരുന്നുവെന്നുമാണ് പോലീസ് കണ്ടെത്തിയത്. ശ്രദ്ധയുടെ കൊലപാതകത്തിന് പിന്നാലെ ഏതാനും ആഴ്ചകൾക്കുള്ളിൽ തന്നെ അഫ്താബ് മറ്റൊരു യുവതിയുമായി ബംബിളിലൂടെ പരിചയപ്പെട്ടതായും റിപ്പോർട്ടുകളുണ്ടായിരുന്നു. മാധ്യമങ്ങളിൽ വാർത്തകൾ വ്യാപകമായതോടെ ബംബിൾ കമ്പനി ഔദ്യോഗിക പ്രതികരണവുമായി രംഗത്തെത്തിയിരുന്നു. ഈ സമയത്ത് ഈ ദാരുണ സംഭവത്തിൽ കമ്പനി ജീവനക്കാർ ഞെട്ടലിലാണെന്നും ശ്രദ്ധയുടെ കുടുംബത്തോടൊപ്പമാണ് തങ്ങളുടെ മനസ്സെന്നും കമ്പനി വക്താവ് അന്ന് അറിയിച്ചു. അന്വേഷണവുമായി പൂർണ്ണമായി സഹകരിക്കുമെന്നും നിയമപരമായി ആവശ്യമായ എല്ലാ വിവരങ്ങളും പോലീസിന് കൈമാറുമെന്നും അന്ന് ബംബിൾ കമ്പനി വ്യക്തമാക്കിയിരുന്നു. ഇതിനിടെ ചോദ്യം ചെയ്യലിനിടെ അഫ്താബ് നൽകിയ മൊഴികളിൽ നിരവധി വൈരുദ്ധ്യങ്ങൾ കണ്ടെത്തിയിരുന്നു പോലീസ്. ശ്രദ്ധയുടെ മൊബൈൽ ഫോൺ മഹാരാഷ്ട്രയിൽ വെച്ച് ഉപേക്ഷിച്ചുവെന്നായിരുന്നു ആദ്യം പറഞ്ഞത്. പിന്നീട് ഫോൺ ദില്ലിയിൽ വെച്ച് നശിപ്പിച്ചെന്നായിരുന്നു പുതിയ മൊഴി. ഇത്തരം പരസ്പര വിരുദ്ധമായ മൊഴികൾ അന്വേഷണത്തെ സങ്കീർണമാക്കി. ഇതിന്റെ അടിസ്ഥാനത്തിൽ അഫ്താബിനെ ഒടുവിൽ നാർക്കോ അനാലിസിസ് പരിശോധനയ്ക്ക് വിധേയമാക്കാൻ ദില്ലി പോലീസ് കോടതിയെ സമീപിക്കുകയും പിന്നീട് വിവിധ ശാസ്ത്രീയ പരിശോധനകൾ നടത്തുകയും ചെയ്തു. കേസിലെ ഡിജിറ്റൽ തെളിവുകളും ഫോറൻസിക് റിപ്പോർട്ടുകളും നിർണായക തെളിവുകളായി മാറി. ശ്രദ്ധയും അഫ്താബും ഒരുമിച്ച് താമസിച്ചിരുന്ന ഫ്ളാറ്റിൽ നിന്നാണ് അന്വേഷണ ഉദ്യോഗസ്ഥർ നിർണായക തെളിവുകൾ ശേഖരിച്ചത്. നിരവധി മാസങ്ങൾ നീണ്ട അന്വേഷണത്തിനൊടുവിൽ ദില്ലി പോലീസ് കൊലപാതകം, തെളിവ് നശിപ്പിക്കൽ എന്നിവ ഉൾപ്പെടെയുള്ള കുറ്റങ്ങൾ ചുമത്തി കുറ്റപത്രം സമർപ്പിക്കുകയായിരുന്നു. ഒരു ഡേറ്റിംഗ് ആപ്പിൽ തുടങ്ങിയ പരിചയം രാജ്യത്തെ നടുക്കിയ ഒരു ക്രൂര കൊലപാതകത്തിലേക്ക് എത്തിച്ച കേസാണ് ശ്രദ്ധ വാൾക്കറുടേത്. വർഷങ്ങൾ പിന്നിട്ടിട്ടും വിചാരണ പൂർത്തിയാകാതെ നീളുന്നത് സമൂഹത്തിൽ വലിയ ചർച്ചകൾക്ക് വഴിവെക്കുകയാണ്. ശ്രദ്ധ വാൾക്കർ കേസ് പോലുള്ള സംഭവങ്ങൾ വലിയ വികാര പ്രതികരണങ്ങൾ സൃഷ്ടിക്കുന്നവയാണ്. എന്നാൽ ഇത്തരം കുറ്റകൃത്യങ്ങൾ തടയാൻ ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടത് ഒരു പ്രത്യേക സമൂഹത്തെയോ ഒരു വിഭാഗത്തെയോ കുറ്റപ്പെടുത്തുന്നതല്ല, മറിച്ച് അക്രമപരമായ പെരുമാറ്റത്തിന്റെ ലക്ഷണങ്ങൾ നേരത്തെ തിരിച്ചറിയുന്നതിലും സുരക്ഷാ സംവിധാനങ്ങൾ ശക്തമാക്കുന്നതിലുമാണ്. ഇത്തരം ദുരന്തങ്ങൾ ഇനി ആവർത്തിക്കാതിരിക്കാൻ വ്യക്തിപരമായും സാമൂഹികമായും നിയമപരമായും ചില മുൻകരുതലുകൾ ആവശ്യമാണ്. ഒരു കേസിന്റെ എല്ലാ സാഹചര്യങ്ങളും ഒരുപോലെ ആയില്ലെങ്കിലും ഈ പറയുന്ന കാര്യങ്ങൾ പ്രാധാന്യം അർഹിക്കുന്നു. ഡേറ്റിംഗ് ആപ്പുകളിലൂടെ സോഷ്യൽ മീഡിയകളിലൂടെ പരിചയപ്പെടുന്ന ആളുകളെക്കുറിച്ച് വേണ്ടത്ര സമയമെടുത്ത് മനസ്സിലാക്കുക. വളരെ വേഗത്തിൽ വലിയ തീരുമാനങ്ങളിലേക്ക് പോകുന്നത് ഒഴിവാക്കുക. കുടുംബാംഗങ്ങളുമായും അടുത്ത സുഹൃത്തുക്കളുമായും ബന്ധം നിലനിർത്തുക. താമസം മാറുകയോ പുതിയ ബന്ധത്തിലേർപ്പെടുകയോ ചെയ്യുമ്പോൾ വിശ്വസ്തരായ ആളുകളെ വിവരം അറിയിച്ചിരിക്കണം. പങ്കാളിയിൽ നിന്ന് അമിത നിയന്ത്രണം, ഭീഷണി, ശാരീരികമോ മാനസികമായ പീഡനം, സുഹൃത്തുക്കളിൽ നിന്ന് കുടുംബത്തിൽ നിന്നോ അകറ്റാനുള്ള ശ്രമം തുടങ്ങി അപകട സൂചനകൾ ശ്രദ്ധിക്കണം. നമ്മൾ ഒരുമിച്ച് താമസിക്കുന്ന സാഹചര്യങ്ങളിൽ സുരക്ഷിതത്വം ഉറപ്പാക്കുകയും അടിയന്തര സാഹചര്യങ്ങളിൽ ബന്ധപ്പെടാൻ കഴിയുന്ന ആളുകളെയും സംവിധാനങ്ങളെയും മുൻകൂട്ടി ഒരുക്കുകയും വേണം. ഡേറ്റിംഗ് പ്ലാറ്റ്ഫോമുകൾ ഉപയോക്താക്കളുടെ സുരക്ഷയ്ക്കായി ശക്തമായ പരിശോധനാ സംവിധാനങ്ങൾ, പരാതികൾ വേഗത്തിൽ കൈകാര്യം ചെയ്യാനുള്ള സംവിധാനങ്ങൾ, അപകട സൂചനകൾ കണ്ടെത്താനുള്ള സാങ്കേതിക സംവിധാനങ്ങൾ എന്നിവ കൂടുതൽ ശക്തമാക്കണം. കുടുംബ പീഡനം, ഭീഷണി, പിന്തുടരൽ, അക്രമം തുടങ്ങിയ പരാതികൾക്ക് നിയമ സംവിധാനങ്ങൾ വേഗത്തിൽ ഇടപെടുകയും ഇരകൾക്ക് സംരക്ഷണം നൽകുകയും വേണം. സ്കൂളുകളിലും കോളേജുകളിലും ആരോഗ്യകരമായ ബന്ധങ്ങൾ, വ്യക്തിപരമായ അതിരുകൾ, ഓൺലൈൻ സുരക്ഷ, മാനസികാരോഗ്യം എന്നിവയെക്കുറിച്ചുള്ള ബോധവൽക്കരണം വർദ്ധിപ്പിക്കണം. എന്തായാലും ശേഷിക്കുന്ന സാക്ഷിമൊഴികളും തെളിവുകളും പൂർത്തിയാക്കി ഈ കേസിൽ അന്തിമവിധി എപ്പോഴുണ്ടാകുമെന്നതാണ് രാജ്യം ഉറ്റുനോക്കുന്നത്. രാജ്യത്തിന്റെ ശ്രദ്ധ പിടിച്ചുപറ്റിയ കേസുകളിലൊന്നായ ശ്രദ്ധ വാൾക്കർ കൊലക്കേസിന്റെ വിചാരണ വീണ്ടും വൈകുന്നത് നീതിന്യായ നടപടികളുടെ വേഗതയെക്കുറിച്ചുള്ള ചർച്ചകൾക്ക് വഴിവെക്കുകയാണ്. പ്രതിക്ക് വിദ്യാഭ്യാസ അവകാശമുണ്ടെങ്കിലും ഇരയ്ക്ക് നീതി ലഭ്യമാകേണ്ടതിന്റെ ആവശ്യകതയും ഒരുപോലെ പ്രാധാന്യം അർഹിക്കുന്നതാണ്. ഇനി ശേഷിക്കുന്ന സാക്ഷിമൊഴികളും തെളിവെടുപ്പുകളും എത്ര വേഗത്തിൽ പൂർത്തിയാകുമെന്നതാണ് രാജ്യം ഉറ്റുനോക്കുന്നത്. ഈ വിഷയത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റിലൂടെ അറിയിക്കുക. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഒപ്പം കൂടുതൽ വാർത്തകൾക്കായി നമ്മുടെ തത്തുമൈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. വെബ് ഡെസ്ക് തത്തുമൈ ന്യൂസ്.